ഇന്ന് ഞങ്ങളുടെ തായ്ലൻഡിലെ അവസാന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ബാങ്കോക്കിലെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വളരെ രാവിലെ തന്നെ ഇറങ്ങി നേരെ മെയ് ക്ലോങ് റെയിൽവേ മാർക്കറ്റിലേക്ക്. ബാങ്കോക്കിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറിയാണ് മെയ് ക്ലോങ് റെയിൽവേ മാർക്കറ്റ്. ഈ മാർക്കറ്റിൻ്റെ ഒരു ഭാഗം റെയിൽവേ പാളത്തിലാണ്. ട്രെയിൻ വരുമ്പോൾ താൽക്കാലിക മാർക്കറ്റ് എടുത്തു മാറ്റുകയും ട്രെയിൻ പോയി കഴിഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. വിയറ്റ്നാമിലെ റെയിൽവേ മാർക്കറ്റ് ഹിറ്റായ ശേഷം ടൂറിസം ലക്ഷ്യമാക്കിയാണ് തായ്ലൻഡിലും ഇത് നിലവിൽ വന്നത്. രാവിലെ 8:30 ആദ്യ ട്രെയിനിൻ്റെ വരവായി. അനൗൺസ്മെൻറ്റും ചൂളം വിളികളുമായി എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകും. കച്ചവടക്കാർ അവരവരുടെ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി മേൽക്കൂരയും മാറ്റി ട്രെയിന് വഴിയൊരുക്കും. അപ്പോഴേക്കും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമായി സഞ്ചാരികളുടെ ബഹളമാണ്. മീറ്ററോളം നീളമുണ്ട് ഈ മാർക്കറ്റിന്. ട്രെയിൻ സാവകാശം മാത്രമേ വരികയുള്ളൂ. അപകട സാധ്യത ഒത്തിരി ഉണ്ടെങ്കിലും വളരെ ശ്രദ്ധിച്ച് വളരെ പതുക്കെ മാത്രമേ ട്രെയിൻ കടന്നു പോവുകയുള്ളൂ. കടകളിൽ നിന്ന് ഏതാനും ഇഞ്ചുകൾ വ്യത്യാസത്തിൽ ട്രെയിൻ വളരെ പതുക്കെ കടന്നു പോകുന്നു. ട്രെയിൻ കടന്നുപോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ കച്ചവടക്കാർ ഷോപ്പുകൾ പുനഃസ്ഥാപിക്കുന്നു. കച്ചവടം പഴയപടി നടക്കുന്നു. ഈ മാർക്കറ്റ് കഴിഞ്ഞാണ് മെയ് ക്ലോങ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ വരെ മാത്രമേ ട്രെയിനുള്ളൂ, അഥവാ റെയിൽവേ ട്രാക്ക് അവിടെ അവസാനിക്കുന്നു. അരമണിക്കൂർ സമയത്തോടെ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിന് ചുറ്റും വീണ്ടും സഞ്ചാരികളുടെ തിരക്ക്. അരമണിക്കൂറിന് ശേഷം ട്രെയിനിൻ്റെ തിരിച്ചുപോക്ക്. പഴയതുപോലെ മാർക്കറ്റ് അപ്രത്യക്ഷമാകുന്നു, വീണ്ടും പ്രത്യക്ഷമാകുന്നു. ഇതുപോലെ ഒരു ദിവസം 4ഓളം തവണ ഇവിടെ ട്രെയിൻ വന്നു പോകുന്നുണ്ട്. റെയിൽവേ ട്രാക്കിലെ ഈ മാർക്കറ്റിനോട് ചേർന്നുള്ള കെട്ടിടങ്ങളിൽ വിശാലമായ മറ്റൊരു മാർക്കറ്റ് കൂടെ ഉണ്ട് ഉള്ളിലേക്ക്. ആ മാർക്കറ്റ് റോഡിലാണ് അവസാനിക്കുന്നത്. ചുരുക്കത്തിൽ റോഡിനും റെയിൽവേ പാളത്തിനും ഇടയ്ക്കുള്ളൊരു മാർക്കറ്റ്.
പഴങ്ങൾ, പച്ചക്കറികൾ, വിവിധ മത്സ്യങ്ങൾ, മാംസം, ലഘുഭക്ഷണ പാനീയങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങി ഒത്തിരി സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട്. മെയ്ക്ലോങ് റെയിൽവേ മാർക്കറ്റിലെ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി നേരെ ബാങ്കോക്കിലെ ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലേക്ക്. ബാങ്കോക്കിലെ ചൈന ടൗണിൽ പ്രധാന ആകർഷണമാണ് ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ. 5.5 ടൺ തൂക്കമുള്ള ശുദ്ധമായ സ്വർണ്ണത്തിൽ നിർമ്മിച്ച ബുദ്ധ വിഗ്രഹമാണിത്. ഏകദേശം 10 അടിയോളം പൊക്കമുണ്ട്. 99% ശുദ്ധമായ സ്വർണ്ണമാണെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 2000 കോടി രൂപയുടെ മൂല്യമുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ വിഗ്രഹം ആദ്യകാലങ്ങളിൽ ആക്രമണങ്ങളെ ഭയന്ന് പ്ലാസ്റ്റർ കൊണ്ട് മറച്ചു വച്ചിരുന്നു. 1950-ൽ വിഗ്രഹം മാറ്റുന്നതിനിടയിലാണ് പ്ലാസ്റ്റർ പൊട്ടി അകത്തുള്ള സ്വർണ്ണ വിഗ്രഹം പ്രത്യക്ഷമായത്. അതായത് 100 വർഷങ്ങൾക്ക് ശേഷമാണ് അതിനുള്ളിലെ സ്വർണം വെളിപ്പെട്ടത്. ക്ഷേത്രത്തിൽ ചൈനീസ് തായ് ചരിത്രം പറയുന്ന ഒരു മ്യൂസിയം കൂടിയുണ്ട്. ഇതിൻ്റെ കവാടത്തിലെ ബുദ്ധ പ്രതിമകളുടെ മോഡൽ വിൽക്കുന്ന ഈ തായ്ലൻഡുകാരി പ്രതിമയുടെ പ്രത്യേകതകളാണ് വിശദീകരിക്കുന്നത്. ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലെ നല്ല കാഴ്ചകൾക്ക് ശേഷം ഇനി യാത്ര മാർബിൾ ബുദ്ധ ടെമ്പിളിലേക്ക്. 1899-ൽ ഇറ്റാലിയൻ വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ചതാണ് ക്ഷേത്രം. തായ് യൂറോപ്യൻ സംയുക്ത ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. തായ്ലൻഡിലെ ഏറ്റവും വിശുദ്ധമായ ബുദ്ധരൂപങ്ങളിൽ ഒന്നാണ് ക്ഷേത്രത്തിൽ. 52 വ്യത്യസ്ത ബുദ്ധ വിഗ്രഹങ്ങൾ ഉള്ളിലുണ്ട്. ഇന്നത്തെ കാഴ്ചകളും തായ്ലൻഡ് യാത്രകളും ഇവിടെ അവസാനിക്കുകയാണ്. നേരെ ബാങ്കോക്ക് എയർപോർട്ടിലേക്ക്. അവിടെ നിന്നും എയർ ഏഷ്യ ഫ്ലൈറ്റിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്, അഥവാ നമ്മുടെ നാട്ടിലേക്ക്. ഗുഡ് ബൈ.